ഇത് കേട്ടപ്പോ നബിതങ്ങളെ കൂടെ മുനാഫിഖീങ്ങൾ, കാരണം ഏത് ഘട്ടത്തിൽ എത്ര തെളിവ് കണ്ടാലും കൽബ് മരവിച്ച കുറച്ച് ആൾക്കാർ, അവർക്ക് വേറെ ചില ചിന്തകൾ, ആ ചിന്ത ഉള്ളവർക്ക് ഈമാൻ കിട്ടൂല. നബിതങ്ങൾ ചന്ദ്രനെ പിളർത്തിയതും മറ്റും അബൂജഹലൊക്കെ നേരിട്ട് ലൈവായി കണ്ടോല. അയാൾക്ക് വിശ്വാസം വന്നില്ല. കേരളത്തിലുള്ള ഒരു രാജാവ് ഇവിടുന്ന് കണ്ടിട്ട് വിശ്വസിച്ച് തിരിച്ചു പോയിട്ടുണ്ട്, മക്കത്ത് പോയിട്ടുണ്ട്. അത് അവിടുന്ന് കണ്ടാക്ക് വിശ്വാസം വന്നിട്ടില്ല. അതെന്തുകൊണ്ടാ അറിയുന്നത്? അതിന് പല കാരണങ്ങൾ. അബൂജഹലിന്റെ കാരണം അബൂജഹൽ തന്നെ പറഞ്ഞിട്ട്, ഒരിക്കൽ ഒരു സ്വഹാബി രഹസ്യമായി ചോദിച്ചു, മുഹമ്മദ് നബി തങ്ങൾ പറയുന്നത് അസത്യമാണ്, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോന്ന് വെച്ചു. ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടാളുകൾ, വേറെ ആരും കേൾക്കാൻ, നിങ്ങൾ മനസ്സ് തൊട്ട് പറയണം. അപ്പൊ അബൂജഹൽ പറഞ്ഞു, മൂപ്പര് പറയണത് സത്യ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ, പക്ഷേ അദ്ദേഹം നബിയാണ് എന്ന് വകവെച്ചു കൊടുക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. കാരണം മക്കയില് പിന്നെ ഈ കാബത്തിന്റെ കാവൽക്കാർ ഖുറൈശികൾ, ഈ ബല കുടുംബാണ്, ബനു ഹാഷിംകാരാ. അതേപോലെ തന്നെ അവിടെ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ഡ്യൂട്ടി അവർക്ക് തന്നെ. ഇനി നുബുവത്തും കൂടി അവർക്കായ പിന്നെ ബാക്കി ഖുറൈശികൾക്കൊക്കെ എന്താണ് ഈ അസൂയാണ്. അത് ഞങ്ങളെ കുടുംബത്തിന് കിട്ടണ്ടേ. അബൂലഹബിനും തോന്നി അങ്ങനെ തന്നെ. അള്ളാഹ്ക്ക് അങ്ങനെ ഒരാളെ നബിയാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പടില്ലേ എന്നാക്കിയാ പോരെ. അപ്പോഴാ അള്ള പറഞ്ഞത്, അള്ള ഇഷ്ടമുള്ളവർക്ക് അള്ള കൊടുക്കല, അത് വിചാരിച്ചു കൊടുത്ത് കൊടുക്കണല്ല റിസാലത്ത് എന്ന് അള്ള പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കൽബുള്ളവർക്ക് എന്ത് തെളിവ് കണ്ടാലും അവരെ കൽബിൽ ഈമാൻ കയറൂല. അങ്ങനത്തെ ചില മുനാഫിഖീങ്ങൾ നബിതങ്ങളെ കൂടെ തന്നെ നടക്കുന്നുണ്ട്, ഈ യാത്രയിലുണ്ട്. കാറ്റൊക്കെ അടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഇനി യാത്ര തുടരുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ വാഹനം തെരഞ്ഞു നോക്കുമ്പോ വാഹനം കാണുന്നില്ല, ഒട്ടകത്തെ കാണുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, എന്റെ ഒട്ടകത്തെ കാണുന്നില്ല, നിങ്ങളൊന്ന് പോയി നോക്കിയ. അപ്പി മുനാഫിഖ് ചാടി. അയാള് ആൾക്കാരുടെ ഇങ്ങനെ ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി. കണ്ടങ്ങൾ മൂപ്പരെ ഇരട്ടത്താപ്പ്. നേരത്തെ ഇവിടുന്ന് ഒരു കാറ്റടിച്ചപ്പോ മൂപ്പര് പറഞ്ഞു, അത് മദീനയിലെ ഒരു മുനാഫിക്കിനെ കൊല്ലാനുള്ള കാറ്റ്. ഇയാളെ നേതാവാണ്, അയാൾക്ക് പിടിച്ചിട്ടില്ല. മദീനയിലെ മുനാഫിക്കിനെ കൊല്ലാനുള്ള കാറ്റാന്ന് മൂപ്പര് പറഞ്ഞു. ഇപ്പൊ സ്വന്തം ഒട്ടകം കാണാതായി നോക്കുമ്പോഴോ ഞമ്മളോട് തരാൻ, ഇതല്ലേ ഇരട്ടത്താപ്പ്? വഹാബി ചോദിക്കണം അതേ ചോദ്യാണ്. ഐഷബീവിന്റെ മാല പോയിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് ഇത്. അള്ളാന്റെ റസൂലിന്റെ കാതിലെത്തി. നബിതങ്ങൾ ചോദിച്ചു, ആരവൻ, എവിടെ അവൻ? അപ്പൊ ഒരു സ്വഹാബി ഇയാളെ കോളറ പിടിച്ചു കൊണ്ടുവന്നിട്ട് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, പെരടിക്കൊന്നു കൊടുത്തു, ഇവനാണ് ഇവനാണ് പറഞ്ഞ. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്റെ ഒട്ടക എവിടെന്നാ എനിക്കറിയേണ്ടത്? ആ കാണുന്ന കുന്നിന്റെ അപ്പുറത്ത് ഒരു മരത്തിന്റെ വേരിൽ അതിന്റെ കടിഞ്ഞാണ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്, പോയി നോക്കൂ. സ്വഹാബത്ത് ചെന്ന് നോക്കുമ്പോതാ അതേ പടി തന്നെ കാണുന്നു. ഇതെന്തേ നബി തങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കാതിരുന്നത്? പണ്ഡിതന്മാര് പറയുന്നു, ഇതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കൂലി സ്വഹാബത്തിന് കിട്ടാനാണ്. ആവശ്യമുള്ളതാണ് പറഞ്ഞു കൊടുക്കുക. എല്ലാ ഗൈബുകളും അവിടുന്ന് പറഞ്ഞു കൊടുക്കണമെന്നില്ല. അതവിടുത്തെ മുഅ്ജിസത്തിന്റെ ഭാഗമായി പ്രകടിപ്പിക്കേണ്ട സന്ദർഭം വരുമ്പം പ്രകടിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ രഹസ്യവും ഇങ്ങനെ ചോർത്തിയാ പറ്റുമോ? അങ്ങനെ പറ്റൂലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്ത് നമുക്കറിയാൻ, അവിടുന്ന് ദൈവദൂതരാണെന്ന് മനസ്സിലാക്കാൻ അനേകായിരം മുഅ്ജിസത്തുകളുണ്ട്. അതിലൊന്നാണ് ഗൈബിയായ, അദൃശ്യപരമായ, പഞ്ചേന്ദ്രിയാതീതമായ കാര്യങ്ങളിലുള്ള പ്രവചനം. അത് അതുപോലെ പുലർന്ന അനുഭവം. ഈ അനുഭവമുള്ള സ്വഹാബത്തിന് ഇനി ഉറപ്പാണ്, നമ്മൾ മരിക്കുന്ന സമയത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വരും എന്ന് പറഞ്ഞത് സത്യമാണ്. നമ്മളെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകും. ഖബറിലെത്തിയാൽ നമുക്കവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും. ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, പുനരുദ്ധാരണ ദിവസമുണ്ട്. അവിടെ മഹ്ശറയിലേക്ക് നമ്മളെ നടത്തപ്പെടും. അവിടെ വിചാരണ ചെയ്യപ്പെടും. മീസാനിൽ നമ്മളെ അമല് തൂക്കപ്പെടും. സിറാത്തിലൂടെ നമ്മൾ നടക്കേണ്ടി വരും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കാരണം ഈ പറഞ്ഞതൊക്കെയും അതുപോലെ നമ്മൾ പുലർന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളും നാളെ അതുപോലെ തന്നെ പുലരുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാ നമുക്ക് ഈമാൻ ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഓരോ മജ്ലിസിലും അവിടുന്ന് റസൂലാണെന്ന് ബോധ്യം വരുന്ന, അവിടുത്തെ സവിശേഷ ഗുണങ്ങൾ, അവിടുത്തെ ഖസായിസുകൾ, സവിശേഷതകൾ, അവിടുത്തെ ശമായിലുകൾ, ശാരീരിക അവസ്ഥകൾ, അതുപോലെ തന്നെ അവിടുത്തെ അഖ്ലാഖ്, നബി തങ്ങളുടെ പ്രത്യേകമായ സ്വഭാവ വിശേഷണങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയും ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിച്ച് പ്രവാചകരോടുള്ള മഹബത്ത് നമ്മളെ ഖൽബിൽ നിറക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് നമുക്ക് അല്ലാഹുവുമായി അടുക്കാൻ സാധിക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. മുത്തുനബിയിലൂടെ നമുക്ക് അല്ലാഹുവിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനാ നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിക്കുന്നത്. ആ ഹബീബിന്റെ മജ്ലിസിലാണ് നമ്മളുള്ളത്. അതെപ്പോഴും പ്രൗഢമായിരിക്കണം, ഗംഭീരമായിരിക്കണം, അദബ് നിറഞ്ഞതായിരിക്കണം, നമുക്ക് നല്ല മതിപ്പുള്ളതായിരിക്കണം. ആ രീതിയിലുള്ള മജ്ലിസ് എല്ലാ മാസത്തിലും അൽഹംദുലില്ലാഹ് ഈ മഹല്ലത്തിൽ നടന്നു വരുന്നു. അത് ഈ മഹല്ലത്തിന് വലിയ വെളിച്ചമാണ്, ബറക്കത്താണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തി തരുമാറാകട്ടെ. റബീഉൽ അവ്വലിൽ വിപുലമായി തന്നെ പ്രവാചകരോടുള്ള ആ മഹത്വത്തിന്റെയും ഷറഫിന്റെയും പദവിയോട് അനുയോജ്യമായ ഒരു ഗ്രാൻഡ് മൗലിദ് പരിപാടി നടത്തുന്നു എന്ന് അഭിനന്ദരായ സയ്യിദ് അവർകൾ പറഞ്ഞു. വളരെ സന്തോഷം തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെയുള്ള ഒരു പരിപാടി നടത്തിയാൽ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് എന്ന പേരിൽ 2026 ഓഗസ്റ്റ് 27, 28 തീയതികളിലാണ്. ആ തീയതി എല്ലാവരും കുറിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓഗസ്റ്റ് 27, 28 തീയതികളിൽ നല്ല ഒരു പരിപാടി ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ചിലപ്പോ നമുക്ക് തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള പരിപാടി ചെറിയൊരു ഈന്തമ്പട്ട കെട്ടി ലളിതമാക്കി അങ്ങനെ ഒരു സാരിയൊക്കെ വിരിച്ചിട്ടൊക്കെ നടത്തിയാൽ പോരെന്ന് തോന്നും. കാരണം നടത്തിയാലും മതി, ഒന്നും ഇല്ലാത്തവർ. ഇന്ന് നമ്മൾ ഇല്ലാത്ത ആൾക്കാരല്ല, നമ്മളുള്ള ആൾക്കാർ. നമ്മളെ പള്ളീന്റെ ഒക്കെ കാര്യത്തില് നമ്മൾ സാധാരണ പറയാറുണ്ട്, പള്ളിയൊക്കെ ചെറുതായിരിക്കണം അല്ലെ, ലളിതമാവുക. എപ്പോ വീട് ലളിതാവുമ്പോ, വീടൊക്കെ നല്ല ഭംഗിയും നല്ല സൗന്ദര്യവും എസിയും ഒക്കെ വെക്കാൻ തുടങ്ങിയ പള്ളി അതിന്റെ മേലെ ആവണം. അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹി ഇസ്മുഹു എന്നല്ലേ. അള്ളാഹു ഉയർത്തി നിർമ്മിക്കാൻ വേണ്ടി സമ്മതം തന്നതാണ് പള്ളി. അപ്പൊ പള്ളികൾ എപ്പോഴും പ്രൗഢമായിരിക്കണം. അള്ളാഹു റസൂലുമായി ബന്ധപ്പെട്ടത് മറ്റുള്ളതിനേക്കാൾ ഗംഭീരാണ്. നിങ്ങളൊക്കെ കല്യാണം നോക്കി അല്ലെ, നമ്മളൊക്കെ വീട്ടിൽ കല്യാണം നടക്കണം, പുരയിലാട് ചെന്ന് നോക്കിയാൽ എന്താണ് അലങ്കാരം. അതിന്റെ സൈഡിലൊക്കെ തൂക്കിയ തോരണങ്ങൾ, അവിടെ നിറച്ച ലൈറ്റുകള്, എത്ര മുടക്കിയിട്ടാ നമ്മളൊരു കല്യാണം നടത്തുന്നത്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേരിൽ ഒരു പരിപാടി നടത്തുമ്പോ വേണ്ടേ, അത് നമ്മളതിനേക്കാൾ ഭംഗിയാക്കണം. നമ്മൾ അത് ദൂർത്താൽ ആവൂലേ, അവിടെ മാത്രം ദൂർത്തിനെ കുറിച്ച് ചിന്തിക്കല്ല. നമ്മളുടേതിനേക്കാൾ എപ്പോഴും മികച്ചതായിരിക്കണം അല്ലാഹു റസൂൽ നമ്മൾ കൊടുക്കുന്ന പരിഗണന. ആ പരിഗണനയ്ക്ക് വിധേയമായി കൊണ്ട് തന്നെ മാതൃകാപരമായും ഹിദായത്തിന്റെയും നന്മയുടെയും വെളിച്ചം നൽകുന്നതുമായ പരിപാടിയായി നമ്മളെ പരിപാടി നടത്തണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ചെയ്തവர்களോടുകൂടെ ഉണ്ടാവണമെന്ന് നമ്മളെ നാടിന് വലിയ ഗുണം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്, വടകര പോയി ജുമുഅയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു. നേരത്തെ എത്തിയത് നേരത്തെ പോകാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് 9 ആയിട്ടുണ്ടെങ്കിൽ തങ്ങളെ അവർക്ക് ദുആ ചെയ്യാനുള്ള സമയമുള്ളൂ. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ്, നിങ്ങൾ നിസ്കാരവും കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസ് ഖബൂലാക്കണേ റഹ്മാനെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ സദസ്സായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വന്നു ചേർന്ന ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരുടെയും സർവ്വ ഖൈറായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. വിഷമങ്ങളെ തീർക്കണേ അല്ലാഹ്, കടങ്ങൾ വീട്ടണേ അല്ലാഹ്, രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്.
കുടുംബത്തിൽ ഒരുമയും ഐക്യവും തരണേ അല്ലാ. ആൺമക്കൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇണകൾ ആവശ്യമുള്ളവരുണ്ട്. ഹൈറായ ഇണകളെ നീ അടുപ്പിച്ചു തരണേ റഹ്മാൻ. നിശ്ചയിച്ച കല്യാണങ്ങളൊക്കെ ഭംഗിയാക്കി തരണേ അല്ലാ. ഞങ്ങളെ ജോലികൾ, അതുപോലെ കച്ചവടങ്ങൾ, കൃഷി, കടലിൽ ജീവനം ഉപജീവനത്തിന് വേണ്ടി യാത്ര പോകുന്നവരുണ്ട്. എല്ലാറ്റിലും നീ ഹൈറും ബറക്കത്തും ചൊരിയണേ റഹ്മാനെ. നിന്റെ ഹിഫ്ളും ഹിർസും നൽകണേ അല്ലാ. റബ്ബേ, ഈ ദർസ് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ അല്ലാ. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക്, ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാർ, എല്ലാവർക്കും നീ ഹൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ വലാ തറുദ്ദന്നാ ഖായിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. SYSന്റെ മുഖപത്രമായ സുന്നി വോയിസിന്റെ ക്യാമ്പയിൻ നടക്കുന്ന സമയമാണ് അല്ലേ? ചേർക്കൽ തുടങ്ങിയില്ലേ? അപ്പൊ എല്ലാവരും അതിൽ അംഗങ്ങളായി ചേരണം. അതുപോലെ സമസ്ത സെന്റനറിയുടെ പ്രചാരണത്തിലൊക്കെ സജീവമായിട്ട് എല്ലാവരും ഉണ്ടാവണം. വസിയത്തോടെ അസ്സലാമു അലൈക്കും.